ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ പരാഗ്വയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഫ്രാൻസ് വിജയിച്ചിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടുകളാണ് ആ മത്സരത്തിൽ ഫ്രഞ്ച് പടക്ക് നേരിടേണ്ടി വന്നത്. ഗോളടിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി. പരാഗ്വ ഫിസിക്കൽ പ്ലേ ആയിരുന്നു കളിച്ചിരുന്നത്. മാത്രമല്ല ഒരുപാട് ഫൗളുകൾ അവർ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ പരാഗ്വ ഒരു ഡേർട്ടി ഗെയിം കളിച്ചു എന്നാണ് ഫ്രഞ്ച് താരങ്ങൾ ആരോപിച്ചിരുന്നത്. ദിദിയർ ദശാംസ് അത് പറയുകയും ചെയ്തിരുന്നു. സൗത്ത് അമേരിക്കയിലെ ഫുട്ബോളിനെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു ഫുട്ബോളാണ് സൗത്ത് അമേരിക്കൻ ശൈലി. പ്രത്യേകിച്ച് ഫിസിക്കൽ പ്ലേ ആണ് അവിടെ നടക്കുന്നത്. ഇതേക്കുറിച്ച് ദിദിയർ ദശാംസ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയധികം ഫിസിക്കൽ പ്ലേ നടക്കുന്ന, ഡേർട്ടി ഗെയിം നടക്കുന്ന സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ മെസ്സി എങ്ങനെയാണ് ഇങ്ങനെ തിളങ്ങിയത്, എങ്ങനെയാണ് ഇത്രയധികം ഗോളുകൾ മെസ്സി നേടിയത് എന്നുള്ളത് അത്ഭുതകരമാണ് എന്നാണ് ഫ്രഞ്ച് പരിശീലകനായ ദിദിയർ ദശാംസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സൗത്ത് അമേരിക്കൻ ഫുട്ബോളിനെ കുറിച്ചും മെസ്സിയെ പോലെയുള്ള താരങ്ങളെക്കുറിച്ചും മെസ്സിയുടെ അസാധാരണമായ കണക്കുകളെക്കുറിച്ചും ആളുകൾ സംസാരിക്കുന്നു. സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ എങ്ങനെയാണ് മെസ്സി ഇത്രയധികം ഗോളുകൾ നേടിയത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം സൗത്ത് അമേരിക്കയിലെ എല്ലാ മത്സരങ്ങളും വളരെയധികം തീവ്രത നിറഞ്ഞതാണ്. മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മെസ്സിയുടെ എല്ലാ നേട്ടങ്ങളും അത്ഭുതകരമാണ്. ഇതാണ് ദിദിയർ ദശാംസ് പറഞ്ഞിട്ടുള്ളത്. സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഇപ്പോൾ ഫ്രഞ്ച് പരിശീലകന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെസ്സിയുടെ നേട്ടങ്ങളെല്ലാം വളരെയധികം അസാധാരണമാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ കിലിയൻ എംബപ്പയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. സൗത്ത് അമേരിക്കയിൽ ഹൈ ലെവൽ ഫുട്ബോൾ ഇല്ല, അവിടെ കാര്യങ്ങൾ എളുപ്പമാണ്. എന്നാൽ യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത്, യൂറോപ്പിലാണ് കളിക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയും കിലിയൻ എംബപ്പയും ഒക്കെ നേരത്തെ പറഞ്ഞ ഒന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ പരാഗ്വയ്ക്കെതിരെയുള്ള മത്സരത്തിലാണ് ഫ്രാൻസിന് സൗത്ത് അമേരിക്കൻ ഫുട്ബോളിന്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലായത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.